വയനാട് ചുണ്ടൽ കുന്നംപറ്റയിൽ കടുവയുടെ ജഡം കണ്ടെത്തി. പോടാർ എസ്റ്റേറ്റിലെ 14 നമ്പർ ഡിവിഷൻ കാപ്പിത്തോട്ടത്തിലാണ് കടുവയുടെ അഴുകിയ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു. സമീപത്തു നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് കാപ്പി പറിക്കാനെത്തിയ തൊഴിലാളികൾ നടത്തിയ അന്വേഷണത്തിലാണ് കടുവയുടെ ജഡം കണ്ടത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് പരിശോധനകൾ നടത്തി. ജഡത്തിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കുന്നംപറ്റ, ചുഴലി, പെരുന്തട്ട, ഓടത്തോട് മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. 3 മാസത്തിനിടെ നിരവധി വളർത്തുമൃഗങ്ങളാണ് വന്യജീവി ആക്രമണത്തിനിരയായത്. ഇതിനോട് ചേർന്നിരിക്കുന്ന കൂട്ടമുണ്ട സബ്സ്റ്റേഷന് പുറകിലുള്ള കൂട്ടമുണ്ട എസ്റ്റേറ്റിൽ, കാടുമൂടി കിടക്കുന്ന കൂട്ടമുണ്ട എസ്റ്റേറ്റിൽ നാലോളം കടുവയുണ്ടെന്ന് ഫോറസ്റ്റുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ ക്യാമറയിൽ പതിഞ്ഞ കാര്യമാണ്. അവിടെ സ്ഥിരമായിട്ട് തോട്ടങ്ങളിൽ പണിക്ക് പോകുന്ന തൊഴിലാളികൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും കടുവയുണ്ട്. എന്തായാലും വലിയൊരു ആശങ്ക. വളർത്തുമൃഗങ്ങളെ സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന, ഈ ചുഴലി ഭാഗത്തൊക്കെ ആക്രമിക്കുന്ന കടുവ ഇതുതന്നെയാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മേഖലയിൽ കഴിഞ്ഞ ദിവസവും കടുവയെ കണ്ടിരുന്നുവെന്നും പ്രദേശത്തെ ആശങ്ക ഒഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കടുവയുടെ ജഡം ചീഞ്ഞടിഞ്ഞ നിലയിലുള്ള ജഡമാണ് കണ്ടത്. അനേകം ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യം കുന്നംപറ്റ, ഓടത്തോട്, കൂട്ടമുണ്ട പ്രദേശങ്ങളിലുണ്ട്. ജനത്തിന് വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വന്യമൃഗങ്ങളെ കൊണ്ട്. പുലിയും കടുവയും ആനയും അടക്കം അനവധി വന്യമൃഗങ്ങളാണ് നാട്ടിലിറങ്ങുന്നതും ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് നേരിടുന്നതും. ഇപ്പോൾ നമ്മൾ ഈ ഒരു കടുവ ചത്താലും നമുക്ക് ഇവിടെ നാട്ടുകാരുടെ വീതി അവസാനിക്കുന്നില്ല. എല്ലാവരും പേടിയിൽ തന്നെ ഉള്ളത്. ഇപ്പോൾ 3 ദിവസം മുന്നേ ഇതേമാതിരി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളവിടെയുള്ള ജനങ്ങളൊക്കെ കണ്ടതാണ്. പുലിയായിട്ടും കടുവായിട്ടും എല്ലാ ദിവസങ്ങളിലും ഓടത്തോടും അതിൻ്റെ പരിസരത്തും എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ഇതിൻ്റെ ഒരു സാന്നിധ്യം നാട്ടുകാരായ ഞങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെ കടുവയുടെ ജഡം അഴുകിയ നിലയിലായതിനാൽ മരണകാരണം വ്യക്തമല്ല. DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.